നമസ്കാരം രാജേട്ടാ. നമസ്കാരം. നമസ്കാരം. ഈ നമ്മുടെ മുഖ്യമന്ത്രി എന്ത് വിചാരിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിക്കൊന്നും സംഭവിക്കില്ല. CPM-ന്റെ രീതി വെച്ചിട്ട് ഇപ്പം പിണറായി വിജയനെതിരെ ആർക്കും ചെറിയ ചെറിയ അപശബ്ദങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നിലവിൽ മുഖ്യമന്ത്രിക്ക് വലിയ ഭീഷണിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരുപാട് ജില്ലാ കമ്മിറ്റികൾ മുഖ്യമന്ത്രിക്കെതിരാണ് എന്ന് പറയുന്നതാണ്. ഇപ്പം മുഖ്യമന്ത്രിക്കെതിരാണെന്ന് പറയുന്നത് ഇപ്പം കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ കഴിഞ്ഞ ദിവസം പാസ്സാക്കിയ ഒരു ഇതിൽ പറയുന്നത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ വിഷയങ്ങൾ പാർട്ടിക്ക് വലിയ രീതിയിൽ ദോഷം സംഭവിച്ചതാണ്. ഇപ്പോൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ അതിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന മൗനം വിദ്വാനഭൂഷണം എന്നാണല്ലോ. അതുകൊണ്ട് ഇദ്ദേഹം വലിയ വിദ്വാനാണെന്നാണല്ലോ പുള്ളി തന്നെ അവകാശപ്പെടുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹം സ്വീകരിച്ച ഈ മൗനം വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടിയായി എന്നൊക്കെയാണ്. പക്ഷേ ഇത് മൂലകാരണം അതിനേക്കാളൊക്കെ അപ്പുറമാണ്. അപ്പം അതിലേക്ക് എത്താനോ അല്ലെങ്കിൽ പാർട്ടിയിൽ പണ്ടത്തൊക്കെ പോലെയുള്ള വലിയ രീതിയിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുക, മുഖ്യമന്ത്രിയോട് മാറാൻ പറയുക, അത്തരം ഒരു സാഹചര്യമൊന്നും എന്തായാലും CPM-ൽ ഈ ഒരു തോൽവിയുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, പാർട്ടിക്കകത്ത് ശരിക്കും ഇപ്പോഴും പാർട്ടി സെക്രട്ടറി ആണോ അതോ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണോ ഈ പാർട്ടി? അല്ല, പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ CPM-ന്റെ രീതി വെച്ചെന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിക്കാണ് ശരിക്കും പവർ. അദ്ദേഹം വളരെ പവർഫുള്ളായിരുന്ന പല സെക്രട്ടറിമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനേറെ നമുക്ക് ഈ പിണറായി വിജയൻ തന്നെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഏറ്റവും പവർഫുള്ളായ സെക്രട്ടറി ആയിരുന്നു. ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തൊക്കെ കൃത്യമായി പാർട്ടിയുടെ നിർദ്ദേശങ്ങളും പാർട്ടിയുടെ അനുസരണയുള്ള ഒരു നേതാവായിട്ട് തന്നെയാണ് നമ്മൾ. അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ ഈ VS-നെതിരെ വലിയ രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം നമുക്കറിയാം ഇപ്പം രണ്ടുപേരും പൊളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായ ചില തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും പൊളിറ്റ് ബ്യൂറോ എന്ന് തരംതാഴ്ത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പൊളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു സമിതിയാണ്. കാലാകാലമായിട്ട് പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനത്തിനനുസരിച്ച് ആയിരുന്നു CPM നയരൂപീകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏതാണ്ട് ഒരു 8 വർഷക്കാലമായിട്ട് അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലത്ത് പിണറായി വിജയൻ കാര്യങ്ങൾ തീരുമാനിക്കുകയും പോളിറ്റ് ബ്യൂറോ അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ശരിയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ ഇലക്ഷന് ശേഷം മുഖ്യമന്ത്രി മുസ്ലിം ലീഗിന് മുഖം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൂടാണ്ട് വെള്ളാപ്പള്ളി നടേശനെയും അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭയൊക്കെ നിശിതമായി വിമർശിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ സ്വന്തമായിട്ട് മുഖം നഷ്ടപ്പെട്ട പിണറായി വിജയൻ മറ്റുള്ളവരുടെ മേൽ പഴി ചാരിക്കൊണ്ട് ഈ വാർത്താ മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അല്ല സിബി, നമ്മളതിൽ കാണേണ്ടത് നമുക്ക് ഈ ഓരോ അക്രമകാരിയെയും നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഭയം കൊണ്ടാണ് അദ്ദേഹം മറ്റൊരാളെ ആക്രമിക്കുന്നത്. താങ്കളാൽ ഞാൻ ആക്രമിക്കപ്പെടുവോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് താങ്കളെ ഞാൻ ആക്രമിക്കാൻ നിൽക്കുന്നത്. ഇത് ഒരു തരം ടെക്നിക്കാണ്. എന്ന് പറഞ്ഞാൽ എതിരാളിയെ ഭയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാ കാലത്തും ഏറ്റവും വലിയ ശക്തന്മാർ ആണെന്ന് സ്വയം ധരിക്കുന്ന ആളുകൾ. അതെ, പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കാലാകാലമായി പാർട്ടി കിട്ടിക്കൊണ്ടിരുന്ന CPM വോട്ടുകൾ, അതായത് ഈ SNDP വോട്ട്, ഈഴവ വോട്ടുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈഴവ വോട്ടുകളാണ്. ഈ ഈഴവ വോട്ട് കൃത്യമായി വരികയും മുസ്ലിം ലീഗിൽ നിന്ന് ഒരു വലിയൊരു ശതമാനം വോട്ട് കിട്ടുകയും ക്രിസ്ത്യൻ വോട്ടുകളിൽ നിന്നും കുറേയൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്ഥിതി കുറച്ചുകൂടി ഭദ്രമായിരിക്കും എന്നായിരുന്നു പിണറായിന്റെ കാൽക്കുലേഷൻ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷം മുന്നേ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് CPM-ന് അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് 99 സീറ്റുകളൊക്കെ കിട്ടിയിട്ട് വീണ്ടും ഭരണ തുടർച്ചയ്ക്ക് ഉണ്ടായതെന്ന് നമ്മൾ കാണാതെ പോകരുത്. ഈ സാഹചര്യം തന്നെ ചിലപ്പോൾ ആവർത്തിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു കാൽക്കുലേഷനാണ് യഥാർത്ഥത്തിൽ പിഴച്ചിരിക്കുന്നത്. പിണറായി ഉണ്ടായ തെറ്റ് എന്ന് പറയുന്നത് അവിടെയാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ആദ്യ ദിവസങ്ങളിൽ ഒരു വലിയ വിമർശനമൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. അതിനുശേഷമാണ് VN വാസവൻ ദേവസ്വം മിനിസ്റ്റർ ആകുന്നതെന്ന് വിചാരിക്കണം. അതായത് ഈഴവ വിഭാഗത്തിൽ ഏറെ സ്വാധീനമുള്ള ഒരു നേതാവാണ് VN വാസവൻ. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ VN വാസവന് ദേവസ്വം ബോർഡ് കൊടുക്കുകയും പഴയ K രാധാകൃഷ്ണൻ്റെ വകുപ്പുകളിൽ പട്ടികജാതി വകുപ്പ് മാത്രമാണ് OR കേളൂർ കൊടുത്തത്. ഈ വകുപ്പ് മാറ്റം തന്നെ വെള്ളാപ്പള്ളി നടേശനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സിബി, അത് വെള്ളാപ്പള്ളി നടേശനെ മാത്രം പ്രീണിപ്പിക്കാൻ വേണ്ടിയെന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ സവർണ വോട്ടുകൾ കുറേയൊക്കെ ചോർന്നു പോകാൻ പല രീതിയിൽ കാരണമായിട്ടുണ്ട്. അതിലൊരു കാരണമായിരുന്നു യഥാർത്ഥത്തിൽ K രാധാകൃഷ്ണനെ ദേവസ്വം വകുപ്പ് മന്ത്രിയാക്കിയെന്ന് വിശ്വസിക്കുന്ന കുറേ നേതാക്കന്മാർ ഒരാൾ തന്നെയാണ് പിണറായി വിജയൻ. പക്ഷെ അന്ന് K രാധാകൃഷ്ണനെ ദേവസ്വം വകുപ്പ് മന്ത്രിയാക്കിയതിലൂടെ CPM വലിയൊരു വിപ്ലവകരമായ തീരുമാനമെടുത്തു എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു സംഭവമായിരുന്നു. ഇപ്പോൾ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാൻ പോലും സീനിയോറിറ്റി ഉള്ള ഒരു നേതാവ് തന്നെയാണ് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം മുൻ മന്ത്രിയാണ്,
മുൻ സ്പീക്കറാണ്. മൂന്നാം തവണയാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരുന്നത്, ക്യാബിനറ്റ് പദവിയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കെ രാധാകൃഷ്ണൻ ഏറെ അധികാരങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വളരെ നേതാവ് തന്നെയാണ് എന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പായി നില കൊടുക്കേണ്ടിയിരുന്നത്, അവിടെയാണ് വിഷയം. ഈ പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പും ദേവസ്വം വകുപ്പും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ കെ രാധാകൃഷ്ണൻ കൊടുക്കേണ്ടിയിരുന്നത്. രാധാകൃഷ്ണൻ കുറച്ചുകൂടി സീരിയസ് ആയ വകുപ്പ് കൊടുക്കുകയും രാധാകൃഷ്ണൻ രണ്ടാമനായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പൊ ഈ ദിവസങ്ങളാണ് അദ്ദേഹം രണ്ടാമനാകുന്നതും ബാലഗോപാൽ രണ്ടാമനാവൊക്കെ കാണുന്നത്. അപ്പം വളരെ എക്സ്പീരിയൻസ്ഡ് ആയ പരിചയസമ്പന്നനായ ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ കെ രാധാകൃഷ്ണന് കിട്ടേണ്ടിയിരുന്ന അത്തരത്തിലുള്ള ഒരു സ്വീകാര്യത ഈ സമ്മേളന ഇതിൽ ഈ 3 വർഷക്കാലം കിട്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ അവിടെ പറയാം. അദ്ദേഹത്തിന് നല്ല വകുപ്പുകൾ തന്നെ കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കുറച്ചും കൂടി ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ. പക്ഷേ ഈ CPM എന്നും ഈ ഗിമ്മിക്കുകൾ കാണിക്കാൻ വളരെ ഇതാണ്. ഇപ്പൊ ആര്യ രാജേന്ദ്രന്റെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇത് PR ഏറ്റവും, അതായത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ചില ഗിമ്മിക്കുകൾ എല്ലാ കാലത്തും. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി വെച്ച് CPMന് എത്ര നാൾ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റും? സിബി, നമ്മുടെ ഇതിൽ കാണേണ്ട ഒരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവം, നമ്മളിപ്പം ഇതൊരു 25 വർഷം മുന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെ വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നു. പക്ഷേ CPM എന്ന പാർട്ടി യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് തകർന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ കാണാതെ പോയത്. CPM 25 വർഷം മുന്നേ എന്ന് പറയുമ്പം പശ്ചിമബംഗാളിൽ ഏറ്റവും വലിയ പാർട്ടിയായി അധികാരത്തിൽ തുടരുന്ന ഒരു പാർട്ടി, ത്രിപുരയിൽ വലിയ അധികാരത്തിൽ തുടരുന്ന പാർട്ടി, കേരളത്തിൽ മാറിയാണെങ്കിൽ പോലും കേരളത്തിലും അതിശക്തമായ ജനപിന്തുണ അടിത്തറയുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന്. പക്ഷെ ഇന്നതല്ല അവസ്ഥ. എത്ര കാലം പോകാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന്, എത്ര കാലം CPM ഉണ്ടാവും എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. ഇവിടെയാണ് വിഷയം. എത്ര കാലം നമ്മളിപ്പോൾ കാണുന്ന CPM എത്ര കാലം ഉണ്ടാവും? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഹരിയാനായിട്ടുള്ള സംസാരത്തിൽ ഹരിയാന എന്നോട് പറയണ്ടായി, നിങ്ങൾ കരുതുന്ന പോലെയുള്ള ഒരു CPM ഇന്നില്ല. ഇന്നുള്ളത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയും ആ കോർപ്പറേറ്റ് കമ്പനി ഭരിക്കുന്ന ഒരു ഭരണമാണ് ഇവിടെ ഉള്ളത് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ CPM എത്ര കാലം ഉണ്ടാവും ഈ രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചിഹ്നം മാത്രമാണ് ഇപ്പോൾ ഉള്ളതെന്നും, അതും കോൺഗ്രസിന്റെ ദേശീയതലത്തിൽ ആ ചിഹ്നവും ആ പാർട്ടിയുടെ പേരും നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ടാണെന്നുള്ളത് കൂടി നമ്മൾ മറക്കാതെ വരും. കേരളത്തിൽ പാർലമെന്റ് ഇലക്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരെയും, പ്രത്യേകിച്ചിട്ട് രാഹുൽ ഗാന്ധിയും അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുന്ന അതേ പാർട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞ ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ ഔദാര്യം പറ്റി നിലനിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് CPMന്റെ തകർച്ച എത്രത്തോളം ഭീകരമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അല്ല, പശ്ചിമ ബംഗാളിൽ ഇവര് കോൺഗ്രസിന്റെ അലയൻസിലാണ് മത്സരിച്ചത് എല്ലാവിടെയും. പക്ഷേ തമിഴ്നാട്ടിലായിരുന്നു. പക്ഷേ ഈ കേരളത്തില് ഇപ്പോ ഈ CPIക്കകത്ത് മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ചില സംസാരങ്ങളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത് വെച്ചാൽ ഈ CPI LDF വിട്ടാൽ CPMന്റെ നാശം വളരെ വേഗത്തിൽ. അതിന് കാരണം എന്താ? അല്ല, തീർച്ചയായും ഇപ്പം നമുക്കറിയാം, ഇപ്പം CPM അതായത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പുണ്ടാവുകയും പിന്നീട് CPM ഉണ്ടാവുകയും CPMലേക്ക് കുറെ അണികൾ ഏറ്റവും കൂടുതൽ. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അന്ന് EMSഉം AKGയും വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുകയും അവർ CPIയോട് വിട പറയുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് CPM എന്നുള്ള പാർട്ടി ഉണ്ടായപ്പോൾ അതിന്റെ കൂടെ ജനങ്ങൾ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് വിശ്വസിക്കുന്ന ആളുകളൊന്നും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് നേതാക്കന്മാരായവരോ അണികളായവരോ വിശ്വാസികളായവരോ ഒന്നുമല്ല. ഇവർ കാലാകാലമായിട്ട് ഏതെങ്കിലും ചില ക്രൗഡ് പുള്ളറായ നേതാക്കന്മാരുടെ അണികളായി നിന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലുണ്ടായ വലിയ സമരങ്ങൾ, ഭൂസമരങ്ങൾ ഒക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനകീയ സമരങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ആരായിരുന്നു? EMSO AKGയോ ഒക്കെ ആയിരുന്നല്ലോ. EMS സമര നേതാവ് എന്നുള്ളതിനേക്കാൾ അപ്പുറം അദ്ദേഹം താത്വികാചാര്യനായിട്ടും മറുഭാഗത്ത് ജനകീയ പ്രശ്നങ്ങളിൽ ഏറ്റവും ഫാദർ വടക്കന്റെ ഒക്കെ കൂടെ സമരം ചെയ്ത നേതാവാണ് ഈ പറയുന്ന AK ഗോപാലൻ. അദ്ദേഹത്തിന് നെഹ്റു പോലും വലിയ പ്രതിപക്ഷ നേതൃത്വം കൊടുത്തെന്ന് പറഞ്ഞാൽ വലിയ പാർട്ടി ആയതുകൊണ്ടൊന്നുമല്ല, ഒരുപാട് സീറ്റ് ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം പോലും സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം പോലും ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു AKG. ഈ AKG ഒക്കെ നടത്തിയ വലിയ തരത്തിലുള്ള ജനകീയ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് CPMന് ഇന്ന് നമ്മൾ ഈ കാണുന്ന വലിയ ജനകീയ അടിത്തറയുണ്ടായത്. ഇപ്പോൾ ഉള്ള വിഷയം എന്താണ്? ഒന്ന്, ഇത് ഭരണ പാർട്ടി എന്നുള്ള ഭരണത്തിൽ വരുന്ന പാർട്ടി എന്നുള്ള പാർട്ടി
ഭരണാധികാര പാർട്ടിയായി മാറി എന്ന് പറഞ്ഞാൽ ഭരണാധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു എന്നുള്ളതാണ് ഈ പാർട്ടി ഇപ്പോൾ ഉള്ള ഈ അവസ്ഥയ്ക്ക് കാരണം. സാർ, ഇതിനകത്ത് മറ്റ് ചില പ്രശ്നങ്ങളും കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ LDF-നകത്ത് ശക്തമായിട്ട് നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. ഒന്ന് CPI-യും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മും. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കോട്ടയത്ത് മത്സരിച്ച സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഇന്ന് ശക്തമായി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ പാലായിൽ വെച്ചും മറ്റേ കോട്ടയത്ത് വെച്ചും അവഹേളിച്ചു. ഈ അവഹേളനമാണ് തന്റെ പരാജയത്തിന് കാരണമെന്നും CPM വോട്ടുകൾ തനിക്ക് വീഴാതിരുന്നതിന്റെ കുറിച്ച് അന്വേഷണം എന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ല, പക്ഷേ ഇതിൽ ചാഴിക്കാടിന് ആവശ്യപ്പെടാം. പക്ഷേ ഇതിലൊരു വിഷയം എന്ന് പറയുന്നത് പാർട്ടി ചെയർമാൻ എന്നുള്ള രീതിയിൽ ജോസ് കെ മാണിക്ക് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ LDF-ൽ ഒരു കലാപം ഉണ്ടാക്കാനോ അഭിപ്രായ ഭിന്നത രൂക്ഷമായ രീതിയിലേക്ക് അവതരിപ്പിക്കാനോ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ജോസ് കെ മാണി ഉള്ളത് നമ്മൾ കാണാതെ പോയത്. ചാഴിക്കാടനെ സംബന്ധിച്ചിടത്തോളം ചാഴിക്കാടൻ സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ കോട്ടയത്ത് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ് ആദ്യം. പിന്നീടാണ് അദ്ദേഹം LDF-ന്റെ ഭാഗമായി മാറേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ഇന്ന് പേര് നിലനിൽക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് അന്ന് പിളർപ്പുണ്ടായ സമയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ കൂടെ ജോസ് കെ മാണിയുടെ കൂടെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലെന്നും ഞാൻ UDF കാൻഡിഡേറ്റ് മത്സരിച്ച് ജയിച്ച ആളാണെന്നും അതുകൊണ്ട് UDF പാളയെ തന്നെ തുടരാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിന് ഇന്ന് ഈ സീറ്റ് ആ പേരുണ്ടാവും, ചിഹ്നം കിട്ടത്തില്ലായിരുന്നു. പേരും ചിഹ്നം. ശരിക്കും പറഞ്ഞാൽ തോമസ് ചാഴികാടനോട് മറ്റേ ജോസ് കെ മാണി അതിനിടയ്ക്ക് പുറത്തു വരുന്ന വേറെ വലിയൊരു ഇതുണ്ട്, ഒരു വിഷയമുണ്ട്. അതായത് ജോസ് കെ മാണിക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു രാജ്യസഭാ സീറ്റ് അത് ഒരു വർഷത്തേക്ക് മാത്രമാണ്. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ പാലായിൽ മത്സരിക്കുക, പാലായിലല്ല കടുത്തുരുത്തിൽ മത്സരിക്കണം. പാലായിലോ കടുത്തുരുത്തിലോ മത്സരിച്ചുകൊണ്ട് അദ്ദേഹം സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വരാം. അതുവരെ നിലനിൽക്കാനുള്ള ഒരു ചെറുമരുന്ന്, ഒരു അത്താണി മാത്രമായിട്ടാണ് ഈ രാജ്യസഭാ സീറ്റ് കാണുന്നത് എന്നുള്ളത്. CPM-ഉം CPI-യും ഒരുമിച്ച് നിന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന സംഭവം അന്ന് യഥാർത്ഥത്തിൽ CPI കോൺഗ്രസിന്റെ കൂടെയായിരുന്നു. കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നല്ല, കേരളത്തിൽ 11 വർഷക്കാലം ഭരിച്ച പാർട്ടിയാണ് CPI. CPIക്ക് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ദീർഘകാലം ഭരിച്ചു എന്നുള്ള ഒരു പ്രത്യേകത, തുടർച്ചയായി ഭരിച്ചു എന്നുള്ള ക്രെഡിറ്റ് എല്ലാ കാലത്തും CPIയുടെ കയ്യിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ പിന്നീട് മാറി അവർ ഇടതുപക്ഷ ചിന്താഗതിയുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകളും ഒന്നിക്കുക എന്നുള്ള തീരുമാനം എടുത്തതിന്റെ ഫലമായിട്ടാണല്ലോ പിന്നീട് CPM-ഉം CPI-ക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മാറുന്നത്, ഇടതുപക്ഷ മുന്നണി ഉണ്ടാക്കുന്നതൊക്കെ. അന്ന് കോൺഗ്രസ് പാളയത്തുനിന്ന് CPI വിട്ടുപോയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ CPI ഇന്ന് ഏറ്റവും മോശാവസ്ഥയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ് നമ്മൾ ദേശീയ തലത്തിൽ CPI-നെ കാണുന്നത്. കേരളത്തിലടക്കം അവർക്ക് സീറ്റുകളിൽ വളരെ ദയനീയാവസ്ഥയിലുള്ള. ഈ അവസ്ഥയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ CPM ബന്ധമായിരുന്നു എന്നുള്ളത്. ഇപ്പം CPM-ൽ ഒരുപാട് ആളുകൾ ഈ പാർട്ടി വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് മറ്റൊരു പാളയമില്ല. പലർക്കും കോൺഗ്രസിലേക്ക് പോകാൻ അത്ര താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. പിന്നെയുള്ള ബദൽ എന്ന് പറയുന്നത് ഏതാണ്? CPI തന്നെയാണ്. പക്ഷേ CPI-യിലേക്ക് അവർ വരണമെങ്കിൽ CPI-യിലേക്ക് വന്നാലും പിന്നെ ഇതേ മുന്നണിയിലാണ് നിൽക്കേണ്ടത്. ഇലക്ഷൻ സമയത്തൊക്കെ നമുക്ക് ഇപ്പൊ TJ ആഞ്ചലോസിനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ ഈ പാർട്ടി വിട്ട് CPM വിട്ടിട്ട് CPI-യിൽ വന്ന് CPI-യിൽ ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും TJ ആഞ്ചലോസ് എന്നുള്ള നേതാവിനെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ശ്രദ്ധേയമല്ലാത്ത രീതിയിലേക്ക് ഒതുക്കി വെച്ചതെന്ന് വെച്ചാൽ CPM-നെ വന്നിട്ടാണ്. പലപ്പോഴും വെളിയം മാർഗവനെ പോലുള്ള ആളുകൾ CPM-ന്റെ വലിയേട്ടൻ മനോഭാവം അവസാനിപ്പിക്കണം, വെടിയണം എന്ന് പറഞ്ഞ് പരസ്യ പ്രസ്താവന നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ബിനോയ് വിശ്വം ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നു. അതിന് തൊട്ട് തലേ ദിവസം തന്നെ K. ഇസ്മായിൽ രംഗത്ത് വന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രി അനുകൂലിക്കുന്ന നിലപാടിലേക്ക് അദ്ദേഹത്തിന് ഒരു നിലപാട് മാറ്റി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അത് കൂടാതെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നാൾ ഇങ്ങനെ ഈ CPM ഈ മുഖ്യമന്ത്രിയെ വെച്ചിട്ട് ഇത്ര ശക്തമായ എതിർപ്പ് CPM അണികൾക്കുള്ളിൽ തന്നെ ഉണ്ട്. ഈ പ്രതിഷേധത്തെയൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് എത്ര നാൾ ഒരു എന്താ പറയുക, ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന പോലെ ഒരു ദിവസം പൊട്ടിത്തെറിക്കില്ല. അല്ല, ഇതിപ്പോ P. ജയരാജൻ കഴിഞ്ഞ ദിവസം വളരെ പരസ്യമായിട്ടാണ് പറഞ്ഞത്. KK ശൈലജ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം നമ്മുടെ പാർട്ടിയിലുണ്ടെന്നും യഥാർത്ഥത്തിൽ വടകരയിലെ തോൽവി ടീച്ചറെ പാർലമെന്റിലേക്ക് അയക്കേണ്ടതല്ലെന്നും അവർ നിലവിൽ MLA ആണ്, മട്ടന്നൂരിന് MLA ആണ്. അതുകൊണ്ട് തന്നെ അവർ മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ളത് കൊണ്ടാണ് അവരവിടെ തോറ്റത് എന്നുള്ളൊരു വിവാദ പ്രസ്താവനയായി യഥാർത്ഥത്തിൽ നടത്തിയത്.
കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞ് പിണറായി സർക്കാർ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് വലിയ രീതിയിലുള്ള PR വർക്കിലൂടെ തന്നെ ടീച്ചർക്ക് വലിയ രീതിയിലുള്ള പേരുണ്ടായി എന്നുള്ള സത്യമാണ്. ഇപ്പൊ മട്ടന്നൂരിൽ മുഖ്യമന്ത്രിക്ക് ധർമ്മടത്ത് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് മട്ടന്നൂരിൽ KK ശൈലജ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് എന്താണ്? ഒരുപക്ഷെ KK ശൈലജ കേരളത്തിൽ മുഖ്യമന്ത്രി ആയേക്കാം എന്നായിരുന്നു. പണ്ട് നമുക്ക് ഓർമ്മയുണ്ട്, KR ഗൗരിയമ്മ മുഖ്യമന്ത്രി ആവുന്നുള്ള വലിയൊരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം 96 നടന്ന ഇലക്ഷനിൽ മാരാരിക്കുളത്ത് VS അച്യുതാനന്ദൻ തോൽക്കുന്ന ഇലക്ഷനിൽ സുശീല ഗോപാലൻ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആരായിരുന്നു? അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കായിരുന്ന EK നായനാർ പിന്നീട് മുഖ്യമന്ത്രി ആവുകയും തലശ്ശേരിയിലേക്ക് മമ്മു മാഷ് രാജിവെച്ചിട്ട് ബൈ ഇലക്ഷനിൽ മത്സരിച്ച് അവിടുന്ന് അദ്ദേഹം MLA ആയതിനു ശേഷമാണ് മുഖ്യമന്ത്രി പദം പിന്നീട് തുടരുന്നത്. ഇതേ അവസ്ഥ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോഴും തുടരുന്നു. സ്ത്രീകൾക്ക് അത്രയൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയല്ല കാലാകാലമായി CPM എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം പിണറായി വിജയൻ മാറിക്കൊണ്ട് ഇനിയെങ്കിലും ചിലപ്പോൾ 2 വർഷക്കാലത്തേക്കൊക്കെ KK ശൈലജ മുഖ്യമന്ത്രി ആയേക്കും എന്നുള്ള തരത്തിലൊക്കെ ചില ചർച്ചകൾ, ചില മാധ്യമങ്ങളിലൊക്കെ ചർച്ചകളുണ്ടായി. യഥാർത്ഥത്തിൽ അത് ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം CPM KK ശൈലജയെ പോലുള്ള ഒരു സ്ത്രീ നേതാവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് വീണ്ടും പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള വലിയ തിരുത്തൽ നടപടിയിലേക്ക് പോകും എന്നൊക്കെ വിചാരിക്കുന്നത് ഈ പാർട്ടിയെ കൃത്യമായി അറിയുന്നവർക്കറിയാം ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളത്. ഇപ്പൊ പിണറായി വിജയനെതിരെ നമ്മൾ പറയുന്നു തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റിയും പ്രമേയം പാസ്സാക്കി എന്ന് തന്നെ വേണം പറയാം. പല സ്ഥലങ്ങളിലും വളരെ നിശിതമായ വിമർശനങ്ങൾ ഉണ്ടായി. പക്ഷെ അതിനൊക്കെ മുഖ്യമന്ത്രി അവഗണിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേവലം ഒരു മുഖ്യമന്ത്രി മാത്രമല്ല നമ്മൾ കാണണം. CPM-നെ ഇന്ന് അത് ദേശീയ തലത്തിലായാൽ പോലും പിടിച്ചു നിർത്തുന്ന സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ആരാണ്? ഇവിടുത്തെ സംസ്ഥാന കേരളമാണെന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് ഈ പാർട്ടി ഇപ്പം നിലനിന്ന് പോകുന്നത് കൊണ്ട് തന്നെ പിണറായി വിജയൻ മാറണം എന്ന് പറയാൻ ശക്തിയുള്ള ഒരു നേതാവ് പോലെ യഥാർത്ഥത്തിൽ ഇന്ന് CPM-ൽ ഇല്ല എന്നുള്ളതാണ് വിഷയം. പക്ഷെ ഇത്രയും ഒക്കെ ഒരു പ്രതിഷേധങ്ങളെ, അണികളുടെ എതിർപ്പിനൊക്കെ അവഗണിച്ചുകൊണ്ട് അധിക നാൾ പോകാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇതെല്ലാം ഒരു പണം, അധികാരം എല്ലാം അത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളിപ്പോ CPM-ന്റെ ഒരു 10-25 വർഷങ്ങളിൽ 20 വർഷം മുന്നേയുള്ള ഒരു 20 വർഷം മുന്നേയുള്ള പാർട്ടി സെറ്റപ്പ് അല്ല ഇന്ന് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പഴയ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൈതികതയും ധാർമ്മികതയും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പറയാം. ചടയൻ ഗോവിന്ദനിൽ നിന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് വന്ന പിണറായി പാർട്ടിയെ ശക്തിപ്പെടുത്തി ഒരുപാട് നല്ല സമരങ്ങൾ നടത്തിയതൊക്കെ ഒരു വാസ്തവമാണ്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു എന്താ പറയുക, ആ പാർട്ടി സെക്രട്ടറിയേക്കാൾ ഒക്കെ വളരെ വലിയൊരു പരാജയമായിരുന്നു എന്നതാണ് സത്യം. അല്ല, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം, കാലകാലമായിട്ട് 5 വർഷക്കാലം ഭരിക്കുകയും 5 വർഷം പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് എല്ലാ പാർട്ടികളും ശക്തിപ്പെടുന്നത്. പ്രത്യേകിച്ച് CPM സമര പാർട്ടി കൂടിയാണ് CPM. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഇന്നിപ്പം വലിയ രീതിയിൽ SFIക്കാർ സമരം ചെയ്യുന്നു. ഇപ്പം ശിവൻകുട്ടി വളരെ തമാശയായി പറഞ്ഞു കുറെ കാലമായി സമരമൊക്കെ ചെയ്യാതിരിക്കുന്നില്ലേ, അതുകൊണ്ട് കുട്ടികൾ സമരമൊക്കെ ചെയ്ത് ശക്തിപ്പെടട്ടെ എന്നുള്ളതാണ്. അപ്പം സമരം ചെയ്യാതെ ഒരു പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും ദുഷിച്ചു പോകുന്നൊരു പാർട്ടിയാണ് CPM. എല്ലാ കാലത്തും സമരമുഖത്ത് നിന്നുകൊണ്ടാണ് അവർ ശക്തിപ്പെട്ടത്. ഇപ്പം CPM അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളത് CPM-ന്റെ അതപ്പം തന്നെ കാരണം. പിന്നെ ഭരണ തുടർച്ച എന്ന് പറയുന്നത് CPM-ന്റെ യഥാർത്ഥത്തിലുള്ള തകർച്ചയ്ക്ക് വലിയ വഴിവെച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. 5 വർഷക്കാലം കഴിഞ്ഞ് പിണറായി വിജയൻ മാറി ഇവിടെ ഒരു UDF മിനിസ്ട്രി വന്നിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ CPM-ന് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാവുന്ന ഒരിക്കലും പറ്റില്ല. ഇവിടെ ചിലപ്പോൾ ഒരു 15 സീറ്റിലെങ്കിലും CPM-ന്റെ സ്ഥാനാർത്ഥികൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെ ഉണ്ടായേനെ. അപ്പം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വിഷയത്തിലുണ്ടായ ഇതല്ല. ഇപ്പം പിണറായി വിജയന്റെ ഭരണ തുടർച്ചയിൽ വലിയ രീതിയിൽ ആഹ്ലാദിച്ചിരുന്ന ബുദ്ധിജീവികളൊക്കെ മൗനത്തിലാണ്. അവരൊന്നും ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ പലതരത്തിലുള്ള വിഷയം, ഇപ്പൊ സർക്കാരിന്റെ ശമ്പളം മുടങ്ങുക എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ വളരെ റെയറായിട്ട് മാത്രം സംഭവിച്ചതാണ്. ഇപ്പം മാർച്ച് മാസം ശമ്പളം മുടങ്ങിയിട്ടുണ്ടായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ആളുകൾക്ക് ശമ്പളം കിട്ടിയത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ പല രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ വൈകിയത്, കൊടുക്കാതിരുന്നത് ഒക്കെ വലിയ പ്രശ്നമുണ്ടായി. ഇപ്പൊ നമ്മള് മറിയക്കുട്ടി ചട്ടി എടുത്തിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും ചട്ടിമേരി മറിയക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി അവഹേളിക്കുകയും ചെയ്തു. പക്ഷെ ഇത് പൊതുജനങ്ങളിൽ ഉണ്ടാക്കിയ വികാരം വേറെ. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവർ നടത്തിയ പ്രതിഷേധം യഥാർത്ഥത്തിൽ കേരള മനസാക്ഷിയെ വല്ലാത്ത രീതിയിൽ
മാറി ചിന്തിക്കാൻ കാരണമാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ ഒരു നിഷേധാത്മക നിലപാടുകളും അതോടൊപ്പം തന്നെ ഈ ഒരു കെടുകാര്യസ്ഥത എന്നൊക്കെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം പാർട്ടിയിലുള്ള ആരെയും വകവയ്ക്കാതെ ഒരു ധാർഷ്ട്യത്തോടുള്ള മുമ്പോട്ടുള്ള പോക്ക്, അതേ രീതിയിലുള്ള ഭരണം, കാരണം പാർട്ടിയിലെ ഭരണമല്ല, ഈ സംസ്ഥാനം ഭരിക്കുന്നതിന് ഒരു ധാർഷ്ട്യത്തോടു കൂടിയാണ്. ഈ ധാർഷ്ട്യത്തോടുകൂടിയുള്ള ഭരണം ഏതായാലും മറ്റേ CPM-ൻ്റെ സംസ്ഥാനത്തെ നില വളരെ പരിങ്ങലിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ പാർട്ടിക്ക് എത്ര നാൾ ഇനി മുൻപോട്ട് പോകാൻ സാധിക്കും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നന്ദി, നമസ്കാരം.